സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ 8ാം ക്ലാസ്സുകാരന് ജീവൻ നഷ്ടമായതിന് പിന്നാലെ നടപടിക്കൊരുങ്ങുകയാണ് വൈദ്യുതി വകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന നടത്താൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്ക് വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നൽകാനും നിർദ്ദേശമുണ്ട്. പ്രശാന്ത് കൃഷ്ണയായിരുന്നു. പ്രശാന്ത്, എങ്ങനെയാണ് ഈ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക? രതീഷ്, വൈദ്യുതി മേഖലയിലെ ഈ വീഴ്ചകൾ ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു, അതുവരെ വേണ്ടി വന്നു ഈ വൈദ്യുതി വകുപ്പും KSEBയും എല്ലാം ഉണരാൻ. ഏതായാലും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ തകരാറുകൾ അല്ലെങ്കിൽ ലൈനുകൾ അപകടകരമാണ് എന്നാണ് സമീപകാലത്തെ പരിശോധനകളിൽ, അതായത് ഈ അപകടത്തെ തുടർന്ന് നടത്തിയ പരിശോധനകളും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവ പരിശോധിക്കാനും പരിഹരിക്കാനും എത്രയും വേഗത്തിൽ തന്നെ പരിഹാര നടപടിയിലേക്ക് നീങ്ങാനുമാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി KSEBയ്ക്കും അതുപോലെ തന്നെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ തേവലക്കര സ്കൂളിലെ അപകടം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഇനി ഭാവിയിൽ കുട്ടികൾക്ക് ഇത്തരം വൈദ്യുതി അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനായി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എനർജി മാനേജ്മെന്റ് സെന്ററിനെ, പൊതുവിദ്യാഭ്യാസ വകുപ്പും എനർജി മാനേജ്മെന്റ് സെന്ററും കൂടി സംയുക്തമായി സംയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം ബോധവൽക്കരണ ക്ലാസ് നടത്താനാണ് അല്ലെങ്കിൽ ബോധവൽക്കരണം ഒരുക്കാനാണ് വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ തേവലക്കര അപകടത്തിൽ ദുരന്തത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകാനും അടിയന്തരമായി നടപടി സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്.